ലൈക്ക് ഇപ്പൊ 19 വയസ്സെന്തോ ആയപ്പോഴേ കല്യാണം കഴിച്ചത്. ആളുടെ വീട്ടിൽ പോയി 6 മാസം ആയപ്പോഴാണ് എന്റെ 20ാമത്തെ ബർത്ത്ഡേ. അപ്പൊ പലപ്പോഴും ഇപ്പൊ താങ്കൾക്ക് വന്ന സിറ്റുവേഷൻ ഇച്ചിരി കൂടി മെച്ചേർഡായ ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ ഇച്ചിരി കൂടി എന്താ ചെയ്യണ്ടേന്നുള്ളൊരു ബോധമെങ്കിലും അവർക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും 19 ഒരു ഫാമിലി ഒന്നും ഒരു പെൺകുട്ടിക്ക് എടുത്ത് തലയിലോട്ട് വെച്ച് കൊടുക്കരുത്. അവർക്ക് അതിനുള്ള ഹാൻഡിൽ ചെയ്യാനുള്ള ഒന്നും ഉണ്ടാവില്ല, ഒരു ധൈര്യം ഉണ്ടാവില്ല. ഞാനൊക്കെ എന്ത് ചെയ്യണമെന്ന്, കാരണം എനിക്ക് സങ്കടം പറഞ്ഞ കാര്യം അമ്മ പോലും ഉണ്ടായിരുന്നില്ല, എനിക്ക് എൻ്റെ അമ്മയില്ല. അപ്പം ഈ പലപ്പോഴും പ്രഗ്നന്റ് ആവുമ്പോൾ മദർഹുഡിന്റെ സമയത്തും അതിന് ആഫ്റ്റർ ആയിട്ടും പല രീതിയിലും നമുക്ക് സ്ട്രെസ്സും ഹോർമോൺ ഇംബാലൻസും ആ ഒരു ഇമോഷൻ ഇംബാലൻസ് ഒക്കെ വരും. അപ്പൊ അങ്ങനത്തെ സമയത്ത് എന്താ ചെയ്തിരുന്നത്? ആ ഒരു സമയത്ത് ഇത്രയും ഇഷ്യൂടെ ഇടയിൽ അതും കൂടെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആവണല്ലോ. അപ്പൊ എന്താ ചെയ്തിരുന്നത്? അല്ല, വാവ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ജോബിന് പോകാൻ തയ്യാറായത്. അല്ലാതെ വെറുതെ വീട്ടിൽ ഇരുന്ന് എപ്പോഴും തല്ലും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബെൽറ്റിന് അടികളൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആള് കൈ ബാക്കിലേക്ക് കെട്ടി വെച്ചിട്ടായിരിക്കും തല്ലുന്നത്. അപ്പോൾ എനിക്ക് എണീറ്റ് പോകാൻ പോലും പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പോത്തീസി പോയിരിക്കുന്നത്. അവിടെ ആകുമ്പോൾ 8:30 പഞ്ച് ചെയ്ത് ഇറങ്ങിയാൽ മതി. രാവിലെ ഒരു 10 കയറിയാൽ രാത്രി 8:30 വരെ. ഇല്ലടോ, ഞാൻ അയാള് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചു. സാരമില്ല, പോട്ടെ, കുഴപ്പമില്ല. വലിയൊരു മനസ്സ് തന്നെയല്ലേ ആള് ജീവിച്ചോട്ടെ. അത് കാരണം തൊട്ടതിനും പേരിന് ആൾക്കാർ കേസ് കൊടുക്കാനും ഇല്ലേ ഭായി? ഞാന് ആരും പ്രേമിച്ചിട്ടില്ല. അച്ഛൻ പട്ടാളത്തിലായതുകൊണ്ട് എനിക്ക് പ്രേമിക്കാൻ പേടിയായിരുന്നു. എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ച ആളാണ്. അപ്പോൾ കുഴപ്പമില്ല, അത് പോട്ടെ. ഇനി അത് ഓർത്ത് ഇനി ഒരുപാട് ഇപ്പോഴും ഇതേപോലെ അനുഭവിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുണ്ട്. നമ്മൾ ഒരുപാട് വാർത്തകൾ കാണാറുണ്ട്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? അതായത് ഇങ്ങനെ ഭർത്താവിന് അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്നിട്ട് അല്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയുന്നവർക്ക് ഇങ്ങനെ എല്ലാം സഹിച്ച് നിൽക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ? സഹിച്ച് നിൽക്കരുത്. ആരടുത്തെങ്കിലും ഓപ്പണായിട്ട് പറയാൻ ആരോടെങ്കിലും പറയണമെന്നുള്ളതാണ്. എനിക്ക് പറയാൻ ആരും ഇല്ലാതിരുന്ന് ഞാൻ നേറിയതുപോലെ ഇനി ആരും അങ്ങനെ എന്നെ പോലെ ആരും ഉണ്ടാവരുതെന്നാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. അത്രേ ഉള്ളൂ. അല്ല, പക്ഷെ ആളുകൾ ഇപ്പൊ ഈ പറയുന്ന പോലെ വീട്ടുകാരെ പേടിച്ചും സമൂഹത്തെ പേടിച്ചും ഇതേപോലെ സഹിച്ച് നിൽക്കും. അതെ, എന്നോട് സഹിച്ച് നിൽക്കാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ. എന്റെ മാക്സിമം ഞാൻ നിന്നിട്ടും ഉണ്ട്. പക്ഷെ ഒരു മൊമെന്റ് എത്തിയപ്പോഴത്തേനും ഹസ്ബൻഡിന് വേറെ സ്ത്രീകളോട്, ഒരു സ്ത്രീയൊന്നും അല്ല, വേറെ സ്ത്രീകളോട് ബന്ധമുണ്ടെന്ന് കാണുമ്പോഴത്തേക്ക് എനിക്ക് സെക്ഷലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ തൊടിയിക്കില്ല. അപ്പൊ അതൊക്കെയാണ് നമ്മൾക്ക് ഇടയിലുള്ള പ്രശ്നം. പിന്നെ എനിക്ക് പേടിയായി, പുള്ളിയെ കാണുന്നതിന് എനിക്ക് പേടിയായി തുടങ്ങി. അപ്പോൾ എനിക്ക് ഞാനെ സ്നേഹിക്കാൻ പറ്റൂല. എനിക്ക് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇപ്പൊ ആൾക്കാർ ചോദിക്കും ആരാ വന്നേന്നൊക്കെ. അപ്പൊ എല്ലാം മൂടി വെച്ച് ഇരിക്കും, ആരോടൊന്നും പറയില്ല. അപ്പൊ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഹൗസ് വൈഫ് അല്ലെങ്കിൽ വൈഫ് എന്താണ് ചെയ്യുന്നത് അതേപോലെ എല്ലാം മൂടി വെച്ച് ചെയ്തിരുന്നു. പലപ്പോഴും സ്ത്രീകൾക്ക് ഏറ്റവും പറ്റുന്നത് തെറ്റതല്ലേ? എന്ത് നടന്നാലും ഇപ്പൊ ഈ ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ ചുറ്റും കേൾക്കാറുണ്ട് ന്യൂസിലൊക്കെ. അവരൊക്കെ ചെയ്യുന്നത് ഇതന്നെയല്ലേ? ഇങ്ങനെ അന്നത്തെ കാലത്ത് ഈ അവിഹിതം ഇത്ര എസ്റ്റാബ്ലിഷ്ഡ് അല്ല. കൂടെ കിടക്കുന്ന ഭാര്യയ്ക്ക് മാത്രമേ ഭർത്താവിന് വരുന്ന കോൾസ് അറിയാൻ പറ്റുള്ളൂ. ഭർത്താവ് അന്ന് രാത്രി വന്നില്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയിരുന്നു നമുക്ക് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ പോലെ 12 വർഷം മുന്നേ, എനിക്കിപ്പോൾ 32 വയസ്സ് തുടങ്ങി. അപ്പം അത്രയും വർഷം മുന്നേ സോഷ്യൽ മീഡിയ ഇങ്ങനെ വളർന്നിട്ടില്ല. എനിക്കന്നൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോലും ഇല്ല. ഓക്കെ, ഇപ്പം ഞാൻ ഈ 75K ഉണ്ടാക്കിയത് ഈ ഒരു 1.5 കൊല്ലം കൊണ്ടാണ്. അന്നൊന്നും എനിക്ക് മൊബൈൽ പോലും ഇല്ല എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ വിളിക്കണമെങ്കിൽ ആളുടെ വീട്ടിലെ ലാൻഡ് ലൈൻ എടുക്കുമ്പോൾ തന്നെ ആൾ മിക്കപ്പോഴും പറയും, അടുത്ത് വന്ന് നിൽക്കും. ഞാൻ എന്താ പറയണമെന്ന് കേൾക്കാൻ അടുത്തുണ്ടാവും, അല്ലെങ്കിൽ ആളുടെ അമ്മ അവിടെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഓപ്പൺ അപ്പ് ആവാൻ പലപ്പോഴും പറ്റാറില്ല. പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കൂട്ടുകാരിയുണ്ട്, സൗമ്യ. അവൾ വരുമ്പോൾ മാത്രമാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് അച്ഛമ്മയോടെങ്കിലും പറയണമെന്നുള്ള രീതിയിൽ. അപ്പോൾ അച്ഛമ്മയോട് പറഞ്ഞാലും അച്ഛമ്മ പിറ്റേ ദിവസം കാണാൻ വരാറുണ്ടായി. 2 തവണ കാണാൻ വന്നിരുന്നു. പിന്നെ പുള്ളിക്കാരി വന്നിട്ടില്ല. പുള്ളിക്കാരി ഹെറിഡിറ്ററി ആണ്. ഇപ്പോൾ ഞാൻ ഹാർട്ട് പേഷ്യൻ്റ് ആണ്. എൻ്റെ അച്ഛൻ, അച്ഛമ്മ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഹാർട്ടിൽ ഈ 2 ബ്ലോക്ക് വീതമുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പറ്റില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട്. എനിക്ക് പറ്റില്ല, എനിക്ക് അങ്ങനെ പറ്റില്ല. ഞാൻ ആരെങ്കിലും ഓപ്പണായിട്ട് പറയും. ഞാൻ ആരെങ്കിലും ഫോൺ വിളിച്ച് ഓപ്പണായിട്ട് പറയുമ്പോൾ തന്നെ എൻ്റെ വാട്സാപ്പിൻ്റെ ബ്ലോക്ക് ലിസ്റ്റ് ഇപ്പോൾ 750 പേരുണ്ട്. ഞാൻ ഓപ്പൺ അപ്പ് ആയപ്പോഴത്തേക്ക് അവർ പറയല്ലേ,
കുഴപ്പമില്ല, ഇപ്പൊ ഇത്രയും വർഷമായില്ലേ, ഇപ്പൊ അവർക്ക് ഓൺ ടൈം യൂസിനെങ്കിലും വേണം, അതായത് ചില്ല് ചെയ്യണം, അവരുടെ കൂടെ ഞാൻ ഹോട്ടൽ റൂമിൽ പോകണം, അങ്ങനെയൊക്കെ ഉള്ള രീതിയില്. ഇപ്പം ഒരു ശരി ഓക്കെ ഭർത്താവില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിക്കണം. ആയിട്ട് താമസം ഭയങ്കര ബുദ്ധിമുട്ടാണ്, സിംഗിൾ ആയിട്ട് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മള് മെന്റലി അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ നമ്മുടെ ദേഹത്ത് തൊടാതെ നമുക്ക് 24 മണിക്കൂർ ജീവിക്കാൻ പറ്റുള്ളൂ. അതിന് ജീവിച്ചിരിക്കുന്ന സാക്ഷി ഞാനാണ്, ഞാൻ മാത്രമാണ് സത്യം. എനിക്ക് പേടിയാണ്. ഞാൻ ഈ തടി കുറച്ചിട്ട് ഇപ്പൊ 4.5 വർഷമായി. എനിക്ക് 84 കിലോ തടി ഉണ്ടായിരുന്ന ആളാ. തടി ഉണ്ടായിരുന്നപ്പോ ഒരു പട്ടുകുഞ്ഞു എന്നെ നോക്കത്തില്ല, എനിക്കറിയാം, നോക്കിയിട്ടുമില്ല, ഇങ്ങനത്തെ ഒന്നും എനിക്ക് വന്നിട്ടില്ല. ഓക്കെ, എനിക്കറിയാം, ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു കുഴപ്പമില്ല. ഞാൻ ഈ 4.5 വർഷം കൊണ്ട് അനുഭവിക്കുന്ന കുറേ ട്രോമാസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് നമ്പർ 1 എന്ന് പറയുന്നത്, എനിക്ക് ഒരാളോട് ക്ലോസ് ആയിട്ട് സംസാരിക്കാൻ പേടിയാണ്. ഇപ്പോൾ ഞാൻ ക്ലോസ് ആയി അറ്റാച്ച് ആയിട്ട് സംസാരിച്ചാൽ പുള്ളി ആ ഒരു രീതിക്ക് എന്നെ കുറിച്ച് വിചാരിക്കുമോ എന്നുള്ള ഒരു മെന്റാലിറ്റി കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് ജഡ്ജ് ചെയ്യാറുണ്ട് ആൾക്കാരെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മുടി വെട്ടി, ടാറ്റൂസ്. നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരും അല്ലടോ. നമ്മള് ആരും ജഡ്ജ് ചെയ്യാൻ ഉണ്ടോ? നമുക്ക് അങ്ങനെ ഒരു യോഗ്യത ഉണ്ടോ? ഇല്ല. നമ്മളിപ്പോ ഒരാളെ ചൂണ്ടുമ്പോ ബാക്കി 3 ഇങ്ങടെ ഇരിക്കണത്. അപ്പൊ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. ഇപ്പൊ എന്താ, എനിക്ക് ഒരാളെ ഹഗ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് പേടിയാണ്. ദൈവമേ, അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ള അതിന്റെ ഒരു കോൺസിക്വൻസ് ഞാൻ ആലോചിക്കുമ്പം വേണ്ട, ഞാൻ എന്നെ തനിയെ ഹഗ് ചെയ്തോളാം. പിന്നെ ഈ ഫേസ് കണ്ടിട്ട് ഒരു നടിയെ ഒന്ന് ഇത് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറയാം, നിങ്ങൾ പറഞ്ഞ സുല്ലു പറഞ്ഞാലേ പറയുള്ളൂ. ഈ ഫേസ് കണ്ടിട്ട് പറയാൻ പറ്റുമോ? നിക്ക് അവര് പറയട്ടെ. ഈ ഫേസ് കണ്ടിട്ട് ഒരു താരത്തിന്റെ ലുക്ക് ഉണ്ട്, പറയാൻ പറ്റുമോ? അവർക്ക് പെട്ടെന്ന് കിട്ടില്ല. എനിക്കറിയാം. പറ ഏത് പടത്തില്, ഏത് പറ. ഈ കന്നഡ കൂടെ നോക്കി കഴിഞ്ഞാൽ മറ്റേ ഇത് കാണില്ല എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിന്റെ പോലെ ഒരു പടമല്ലേ, ഡബിൾസിന് നായിക്കില്ലേ? ഡബിൾസിന് നായിക്കില്ലേ? പിന്നെ വേറെ പടം പറ. നാദിമല്ല, ഇത് ഞാൻ പറയട്ടെ. ഷംന കാസിം, ഫ്ലാഷ് സിനിമയിലെ ലുക്ക് അനുസരിച്ചാണെങ്കിൽ അത് ഓക്കെയാണ്. ആണല്ലേ? ഷംന കാസിം, നാദിയ ഇതിന്റെ ലുക്ക് ഉണ്ടല്ലേ? അപ്പൊ ശരി, ആണോ? നോക്കട്ടെ.